നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം കേരള കൗമുദിയിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ളത് കൂടൽമാണിക്യം ജാതിഭ്രാന്തിൻ്റെ കൂടാരം എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ്. അതായത് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിനുള്ളിൽ തൂപ്പുജോലിയിൽ പോലും അബ്രാഹ്മണർക്ക് വിലക്ക്. 8 സ്ഥിരം ജീവനക്കാരിൽ 7 അമ്പലവാസി വിഭാഗക്കാരാണ്. എട്ടാമനായ ഈഴവ സമുദായത്തിൽപ്പെട്ട സ്വീപ്പർ ശ്രീകോവിലിന് മുൻവശവും സോപാന പരിസരവും വൃത്തിയാക്കാൻ അനുമതിയില്ല. സോപാന സ്വീപ്പർ തസ്തികയിൽ പിഷാരടിയുണ്ട്. നടവഴി വൃത്തിയാക്കലും കൗണ്ടറിലിരിപ്പും മാത്രമാണ് ഈഴവ സ്വീപ്പറുടെ ദൗത്യം. സർക്കാരിന് നാണക്കേടായി, വീണ്ടും കഴകക്കാരനാക്കും. പുതിയ ചുമതല മതിയെന്ന് ബാലു. 9ാം ഭരണസമിതിയിൽ 6 പേർ ഇടതുമുന്നണി നോമിനികളായിട്ടും ജാതി പിടിവാശിക്ക് വഴങ്ങിയത് സർക്കാരിന് നാണക്കേടായി. തീരുമാനത്തെ മന്ത്രി വി എൻ വാസവൻ നിയമസഭയിൽ തള്ളിപ്പറഞ്ഞു. സർക്കാർ ഇടപെടണമെന്ന് വെള്ളാപ്പള്ളി. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി ഭ്രഷ്ട കേരളത്തിന് അപമാനമാണെന്നും സർക്കാർ ഇടപെടണമെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു. അതിനിടത്ത ഭാഗത്തായി ലഹരിമുക്തി ഗവർണറുടെ ആക്ഷൻ പ്ലാൻ ക്യാമ്പസിലും ഹോസ്റ്റലിലും പോലീസിന് പരിശോധിക്കാം. ക്യാമ്പസുകൾ ലഹരിയുക്തമാക്കാനുള്ള തൻ്റെ ആക്ഷൻ പ്ലാൻ നടപ്പാക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വൈസ് ചാൻസലർമാർക്ക് നിർദ്ദേശം നൽകി. ലഹരിയോട് സന്ധിയില്ല എന്ന ക്യാമ്പയിൻ ഗവർണർ തന്നെ നേതൃത്വം നൽകും. ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും നിരന്തര പരിശോധനകൾ നടത്തണം. ആവശ്യമെങ്കിൽ പോലീസ് സഹായം തേടാം. പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഉടൻ വിളിക്കുമെന്നും ഗവർണർ വ്യക്തമാക്കി. കീം അപേക്ഷ 12 വരെ നീട്ടി. അതിന് താഴെയായി ജീവനെടുക്കും യൂട്യൂബ് ഡയറ്റ് എന്ന തലക്കെട്ടോടുള്ള വാർത്ത. അതായത് യൂട്യൂബ് നോക്കിയുള്ള ശരീരഭാരം കുറയ്ക്കൽ ജീവൻ വരെ അപകടത്തിലാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ. കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ കുത്തുപറമ്പ് സ്വദേശി ശ്രീനന്ദയുടെ മരണമാണ് ഇതിൽ ഒടുവിലെത്തിയത്. ഭക്ഷണം ഒഴിവാക്കി വെള്ളം മാത്രമായിരുന്നു ശ്രീനന്ദ കുടിച്ചിരുന്നത്. ഇത് കാരണം അന്നനാളവും ആമാശയവും ചുരുങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വിദേശത്ത് പഠിച്ച് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നീറ്റ് മറികടക്കണം. വിദേശ മെഡിക്കൽ ബിരുദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവിടെ കോഴ്സിൽ ചേരുന്നതിന് മുന്നേ ഇവിടെ നീറ്റ് മറികടക്കണമെന്ന് സുപ്രീം കോടതി. തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ ആരും പ്രതീക്ഷിക്കാത്ത വികസനം കേരളത്തിൽ ഉണ്ടാകും. MV ഗോവിന്ദൻ. AI സോഷ്യലിസം, ഇപ്പം വരും അപ്പം വികസനം തരാം എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ഇനി മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ ആശാസമരം 1 മാസം പിന്നിടുന്നു, കേൾക്കുന്നില്ലേ എന്നുള്ളതാണ് തലക്കെട്ട്. ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരത്തിന് ചൊവ്വാഴ്ച 1 മാസം തികയും. ആവശ്യങ്ങളുടെ സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്നതിനാൽ പ്രക്ഷോഭം കടുപ്പിക്കാനൊരുങ്ങുകയാണ് സമരക്കാർ. 17 സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുമെന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രഖ്യാപിച്ചു. സമരത്തിൽ വിവിധ സംഘടനകളും പങ്കാളികളാകുമെന്ന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി കെ സദാനന്ദൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ലോക്സഭയിൽ കേട്ടു പ്രതിഷേധം. കേരളത്തിലെ ആശാ വർക്കർമാരുടെ പ്രശ്നങ്ങളും സമരവും ലോക്സഭയിൽ ഉന്നയിച്ച UDF MPമാർ കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം ആരോപണം ഉന്നയിക്കുന്നതല്ലാതെ പരിഹാരം കാണുന്നില്ലെന്ന് അംഗങ്ങൾ ശൂന്യവേളയിൽ പറഞ്ഞു. KC വേണുഗോപാൽ, ശശി തരൂർ, NK പ്രേമേന്ദ്രൻ, ഫ്രാൻസിസ് ജോർജ്, VK ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ എന്നിവരാണ് പ്രശ്നങ്ങൾ ഉന്നയിച്ചത്. ലഹരി കടത്തിയാൽ സ്വത്ത് കണ്ടുകെട്ടും. ലഹരി കടത്ത് കേസിൽ കടുത്ത നടപടികളിലേക്ക് പോലീസ്. ലഹരി വ്യാപാരത്തിൽ ഉൾപ്പെടുന്നവരുടെ സ്വത്ത് കണ്ടുകെട്ടുന്നത് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ കാര്യക്ഷമമാക്കും. സ്ഥിര വിൽപ്പനക്കാരെ കരുതൽ തടങ്കിലാക്കും. ചെറിയ അളവിലുള്ള ലഹരി വസ്തുക്കളാണെങ്കിൽ പോലും കർശന നടപടി സ്വീകരിക്കാൻ ക്രമസമാധാന വിഭാഗം ADGP മനോജ് എബ്രഹാം വിളിച്ചു ചേർത്ത ഉന്നതതല യോഗം നിർദ്ദേശിച്ചു. പരുന്തുംപാറ കയ്യേറ്റം കുരിശ് നീക്കി. പരുന്തുംപാറയിൽ സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച കൂറ്റൻ കോൺക്രീറ്റ് കുരിശ് റവന്യൂ സംഘം പൊളിച്ചു നീക്കി. റവന്യൂ വകുപ്പിൻ്റെ സ്റ്റോപ്പ് മെമ്മോയും കളക്ടറുടെ നിരോധനാജ്ഞയെ ലംഘിച്ചായിരുന്നു 20 അടി ഉയരത്തിലുള്ള കുരിശ് നിർമ്മിച്ചത്. പുകയുന്നുണ്ട് ഉള്ളിൽ എന്ന തലക്കെട്ടോടുള്ള വാർത്താ. വിഭാഗീയതയ്ക്ക് അന്ത്യം കുറിച്ചെന്ന പ്രഖ്യാപനത്തോടെ പുറമേക്ക് ശാന്തമായ CPM സംസ്ഥാന സമ്മേളനം. കൊടിയേറിയപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും ചില പ്രതിഷേധങ്ങൾ പാർട്ടിയെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. നേതാക്കൾ അവഗണിക്കപ്പെടുന്നെന്നും നേതൃഘടകത്തിലേക്ക് പരിഗണിക്കപ്പെടുന്നതിൻ്റെ മാനദണ്ഡം നേതാക്കൾക്ക് പോലും ബോധ്യപ്പെടുന്നില്ല എന്നും ഒക്കെയായിരുന്നു പ്രതിഷേധത്തിനിടയിലേത്. കടൽ മണൽ ഖനനം പാരിസ്ഥിതിക ആഘാതം പഠിച്ച ശേഷം കേന്ദ്രം. പാരിസ്ഥിതികാഘാതം പഠിച്ചതിന് ശേഷം മാത്രം കേരളത്തിൽ കടൽ മണൽ ഖനനമെന്ന് ആവർത്തിച്ച കേന്ദ്ര ഖനിമന്ത്രി കിഷൻ റെഡ്ഡി. കാകതച്ച് എന്ന കാർട്ടൂൺ പരമ്പരയിൽ മറിച്ചൊരു വിധി പ്രതീക്ഷിച്ചിരുന്നു. സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ CPMൽ പൊട്ടലും ചീറ്റലും. ഒരു വീണാനാദം മാത്രം, ഒരു മുറൈവെന്ത് പാർത്തായ എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ മസ്റ്ററിംഗ് നടത്തിയില്ല. 11 ലക്ഷം പേരുടെ റേഷൻ മരവിപ്പിച്ചു. മാർച്ച് 31-നകം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ റേഷൻ വിഹിതം പൂർണ്ണമായി റദ്ദ് ചെയ്യും. മുൻഗണനാ കാർഡുകളിൽ ആകെ 1.54 കോടി, കൂടുതൽ മലപ്പുറത്ത്. ഇനി എന്ത് ചെയ്യും?
എന്നുള്ളതടക്കമുള്ള വ്യത്യസ്തമായ തലക്കെട്ടുകളിൽ വ്യത്യസ്തമായ കോണങ്ങളും അതിനോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടതുഭാഗത്തായി കൂടൽമാണിക്യം ജാതി അധിക്ഷേപം ബോധ്യപ്പെട്ടാൽ നടപടി എന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന മാധ്യമം. അതിന് താഴെ ഭാഷയിൽ ഏറ്റുമുട്ടി തമിഴ്നാടും കേന്ദ്രവും. തമിഴ്നാട് എംപിമാരും കേന്ദ്ര സർക്കാരും തമ്മിലുണ്ടായ ഭാഷാ യുദ്ധത്തിൽ ബജറ്റ് സമ്മേളനത്തിൻ്റെ രണ്ടാം പാദത്തിൻ്റെ തുടക്കം പ്രക്ഷുബ്ധം. ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കും തമിഴ്നാട് എംപിമാരെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അപരിഷ്കൃതർ എന്ന് വിളിച്ചതിനെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിൽ ലോക്സഭ 12 മണി വരെ നിർത്തിവെച്ചു. നിർമ്മതപുരം എന്ന കാർട്ടൂൺ പരമ്പരയിൽ മീനച്ചിൽ താലൂക്കിൽ ലവ് ജിഹാദിലൂടെ 400ഓളം പെൺകുട്ടികളെ നഷ്ടപ്പെട്ടെന്ന് PC ജോർജ്. ഇത് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ BJP IT സെല്ല് 400 ആക്കി ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നതുവരെ കാത്തിരിക്കൂ. ലവ് ജിഹാദ് വർദ്ധിക്കുന്നു. വീണ്ടും PC ജോർജ്. ക്രിസ്ത്യൻ പെൺകുട്ടികളെ 24 വയസ്സിന് മുമ്പ് കല്യാണം കഴിപ്പിക്കണം. പരുന്തുംപാറ കൈയേറ്റ ഭൂമിയിലെ കുരിശ് പൊളിച്ചു എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന മാധ്യമം. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ വിഴിഞ്ഞം തുറമുഖം 77.17 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കും. 2ഉം 3ഉം ഘട്ടം നിർമ്മാണത്തിന് പരിസ്ഥിതി അനുമതി. 16 കോടിയുടെ വികസനം അദാനി പോർട്സിന്റെ മാത്രം ചെലവിൽ. സിറിയ സംഘർഷം സൈനിക നടപടി കഴിഞ്ഞെന്ന സർക്കാർ. മരണം 1230. വിദ്യാഭ്യാസ നയം ലോക്സഭയിൽ ഏറ്റുമുട്ടി BJP DMK. വാക്ക് കൈവിട്ട് മാപ്പ് പറഞ്ഞ കേന്ദ്രമന്ത്രി. കേരളത്തിലേക്ക് MDMA കടത്ത് മുഖ്യ സൂത്രധാരനായ വിദേശി അറസ്റ്റിൽ. റിമാൻഡ് പ്രതിയുടെ വീട്ടിൽ 1.5 കിലോ MDMA. ഓട്ടോയിൽ റിവേഴ്സ് അടിച്ച സർക്കാർ. മീറ്റർ പ്രവർത്തിച്ചില്ലെങ്കിൽ യാത്ര സൗജന്യമെന്ന തീരുമാനം പിൻവലിച്ചു. ഭൂപേഷ് ബാഗലിൻ്റെ മകൻ്റെ വീടുകളിൽ ED റെയ്ഡ്. ഗൂഢാലോചന എന്ന കോൺഗ്രസ്. തെലങ്കാന ദുരഭിമാനക്കൊല മുഖ്യപ്രതിക്ക് വധശിക്ഷ. സീറ്റ് വിഭജനം നേരത്തെ തീർക്കണമെന്ന് UDF ഘടകകക്ഷികൾ. കുഞ്ചുകുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ 75 വയസ്സ് തികയുന്നവർ ആ ദിവസം തന്നെ നേതൃസ്ഥാനം ഒഴിയണമെന്ന് CPM നേതാവ് G സുധാകരൻ. പ്രസ്താവനകൾക്കും സെസ് ഏർപ്പെടുത്തേണ്ടി വരും എന്നുള്ളതാണ് കാർട്ടൂൺ തലക്കെട്ട്. പ്രക്ഷുബ്ധമായ പാർലമെന്റ് പ്രതിഷേധം വാക്കൗട്ട് എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം ദീപിക നൽകുന്നു. ഘടകകക്ഷികൾക്ക് AICC ഉറപ്പ്. മുഖ്യമന്ത്രി ആരാകുമെന്ന് തർക്കിക്കില്ല. അഭിഭാഷകരോട് മോശം പെരുമാറ്റം കോടതി ബഹിഷ്കരണം പിൻവലിച്ചു എന്ന വാർത്തയ്ക്ക് ദീപിക ഇടം നൽകുന്നു. അതിന് താഴെയായി ചന്ദനം ഒഴികെയുള്ള മരങ്ങൾ മുറിക്കാൻ നിയമ ഭേദഗതി ഉടനെന്ന് മന്ത്രിമാർ. എക്സൈസിൻ്റെ മിന്നലാക്രമണം. 5 ദിവസത്തിനുള്ളിൽ 368 അറസ്റ്റ്. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ കേരള എക്സൈസിൻ്റെ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിൽ ആദ്യ 5 ദിവസത്തിൽ രജിസ്റ്റർ ചെയ്ത 360 NDPC കേസുകളിൽ അറസ്റ്റിലായത് 368. CPM സംസ്ഥാന കമ്മിറ്റി രൂപീകരണം രൂക്ഷ പ്രതികരണവുമായി പത്മകുമാർ. മയപ്പെടുത്താൻ ജില്ലാ സെക്രട്ടറി. സ്വകാര്യ ബസ് ഓടിക്കുന്നതിനിടെ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചു. മാവേലിനാടൻ കാർട്ടൂൺ പരമ്പരയിൽ പാലാ വിട്ടിൽ കളിയില്ല. കേരള കോൺഗ്രസ് UDFിൽ വരുന്നതിൽ എതിർപ്പില്ല. മാണി C കാപ്പൻ. ആര് വന്നാലും പാലം വലിക്കാതിരുന്നാൽ മതി എന്നുള്ളതാണ് കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ദേശാഭിമാനിലേക്ക് വരുമ്പോൾ മാധ്യമങ്ങൾക്കും ജനമുന്നേറ്റം മറച്ചുവെക്കാനായില്ല എന്ന തലക്കെട്ടോടുള്ള വാർത്ത. നിഷേധാത്മക നിലപാട് സ്വീകരിച്ച മാധ്യമങ്ങൾക്കും CPM സംസ്ഥാന സമ്മേളനത്തിലെ ജനമുന്നേറ്റം മറച്ചുവെക്കാനായില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സമ്മേളനത്തിൻ്റെ തുടക്കത്തിൽ 100% നിഷേധാത്മക സമീപനമാണ് ഒരു ഭാഗം മാധ്യമങ്ങൾ സ്വീകരിച്ചത്. അവർക്കും സമാപന ദിവസത്തെ ജനമുന്നേറ്റത്തെ പ്രതിഫലിപ്പിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അതിയുടെ ഭാഗത്തായി കൊല്ലം ക്ലീൻ എന്ന തലക്കെട്ടോടുള്ള വാർത്ത. 4 ദിവസം നീണ്ട സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് 24 മണിക്കൂർ തികയും മുമ്പ് കൊല്ലം നഗരം ക്ലീനാക്കി CPM പ്രവർത്തകർ. 2 ലക്ഷം ബഹുജനങ്ങളും 1/4 ലക്ഷം ചുവപ്പ് സേനാംഗങ്ങളും അണിനിരുന്ന റാലി വേദിയായ ആശാ മൈതാനം രാവിലെ തന്നെ വെടിപ്പാക്കി. ആശാ സമരം. കോൺഗ്രസ് എംപിമാർക്കൊടുവിൽ തിരിച്ചറിവ്. ആശാവർക്കർമാരുടെ സമരത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന കോൺഗ്രസ് നേതാക്കൾക്കൊടുവിൽ തിരിച്ചറിവ്. സമരം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കേരളത്തിലെ നിന്നുള്ള കോൺഗ്രസ് എംപിമാർ ലോക്സഭയിൽ കൂട്ടത്തോടെ ആവശ്യപ്പെട്ടു. സഭ നിർത്തിവെച്ച വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി എംപിമാർ നോട്ടീസ് നൽകി. കടൽ മണൽ ഖനനം പ്രതിഷേധത്തിന് പുല്ലുവില. സമുദ്രാതിർത്തിക്ക് പുറത്തെന്ന കേന്ദ്രം. മുഖ്യകണ്ണിയായ ടാൻസാനിയക്കാരൻ ബംഗളൂരുവിൽ പിടിയിൽ എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. പ്രിൻസ് സാംസൺ നാളാണ് പിടിയിലായത്. FBI തിരയുന്നയാൾ പഞ്ചാബിൽ പിടിയിൽ. അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്ത് ശൃംഖലയിലെ പ്രധാന കണ്ണിയായ കൊടും ക്രിമിനൽ പഞ്ചാബിൽ പിടിയിൽ. കൊളംബിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് കാനഡയിലേക്കും കൊക്കെയിൻ കടത്തിയിരുന്ന FBI തിരയുന്ന ഷോൺ ഭിന്ദർ എന്ന ഷഹസാൻ സിംഗിനെയാണ് പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കാർഗോയിൽ വന്ന അരക്കോടിയുടെ MDMA പിടികൂടി എന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു ദേശാഭിമാനി. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ കേരളത്തിൻ്റെ സമുദ്രാതിർത്തി പുറത്ത് കടൽഖനനം പരിസ്ഥിതി ആഘാതം പഠനശേഷം വ്യക്തമാക്കി കേന്ദ്രം എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. ആശാവർക്കർമാർക്കായി ശബ്ദമുയർത്തി BJP MP എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു ജന്മഭൂമി. വലതുഭാഗത്തായി പിണറായി വെട്ടിനിരത്തി പരസ്യമായി ഇടഞ്ഞ നേതാക്കൾ എന്ന വാർത്തയ്ക്ക് ഇടമുണ്ട്. കരിപ്പൂരിൽ വനലകരിവേട്ട 1.5 കിലോ MDMA പിടികൂടി. കാസർഗോഡ് തൂങ്ങി മരണങ്ങൾ പോലീസിൻ്റെ നിഷ്ക്രിയത്വത്തിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം നടക്കുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ജന്മഭൂമി.
ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളോട് അവസാനിക്കുന്നു. നാളെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2025 മാർച്ച് 13 വ്യാഴാഴ്ച അടുപ്പുവെട്ട് രാവിലെ 10:15. പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 1:15.